ആ ഒരു വചനം ഉണ്ടല്ലോ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് അത്ര എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഒരു ആ ഒരു വചനം അത്ര അങ്ങനെ ജീവിച്ച പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഉടുപ്പിട്ടിട്ട് 4 വർഷമായിട്ടുള്ളൂ. എൻ്റെ വീട്ടിലെ ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡാഡിയും മമ്മിയും ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മമ്മി എന്നെ എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുമായിരുന്നു. പള്ളിയിലേക്ക് എല്ലാ ദിവസവും, ഞങ്ങളുടെ പള്ളിയുടെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട്, അപ്പോൾ എന്നും പറഞ്ഞു വിടും. അതുപോലെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയോട് ചേർന്ന് അങ്ങനെ ഒരു രീതിയായിരുന്നു. കാറ്റഗിസത്തിന് പോകണം, കാറ്റഗിസം പഠിപ്പിക്കാൻ പോകണം, കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ആ ഒരു രീതിയിലാണ് വളർത്തിയതുമൊക്കെ. അപ്പോൾ വിശ്വാസ പരിശീലനത്തിന് എല്ലാം ആ ഒരു പള്ളിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ലൈഫായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെയും ഡാഡിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിന് വിടണമെന്നായിരുന്നു. അപ്പോൾ കുഞ്ഞുനാൾ തൊട്ട് നമ്മളോട് ഇങ്ങനെ പറയും, വലുതാകുമ്പോൾ കളക്ടർ ആവണം, സിവിൽ സർവീസിന് പോകണം. അങ്ങനെ ഒരു ഇൻപുട്ട് അങ്ങനെ രീതിയിലാണ്. ഇപ്പോൾ ഡാഡിയുടെ ഒരു ലൈബ്രറി ഒക്കെ ഉണ്ട്, ഇപ്പോൾ ഡാഡിയുടെ ബുക്സൊക്കെ ഇഷ്ടമാരുണ്ട്. ഇപ്പോഴും നമുക്ക് എല്ലാവിധ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓപ്പണായിട്ട് എന്തിനു വേണമെങ്കിലും നമുക്ക് പോകാം. അങ്ങനെ ഒരു ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം ആ രീതി. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും നമ്മൾ എല്ലാ പ്രോഗ്രാമിനും എല്ലാത്തിനും കൂടും, ഡാൻസിന്, പാട്ടിന്, പ്രസംഗത്തിന് എല്ലാത്തിനും കൂടാനുള്ളൊരു സാഹചര്യം. അതിനൊന്നും വീട്ടിൽ നിന്നൊരു നോ ഇല്ല, മറിച്ച് എപ്പോഴും ഇങ്ങനെ ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ നമുക്കൊരിക്കലും ഒരു അങ്ങനത്തെ ഒരു നോ കിട്ടുന്നൊരു അവസരമില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനത്തെ സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. അതായത് സിവിൽ സർവീസാണോ തമ്പുരാൻ്റെ ശുശ്രൂഷിക്കുന്നതാണോ, അതിലേതാണ് ശ്രേഷ്ഠം? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഇപ്പോൾ 10th കഴിയുമ്പോഴുള്ള സാധാരണ എല്ലാവരും കോൺവെൻറ്റിലൊക്കെ ചേരാൻ വിളിച്ചു. അപ്പോൾ ഞാനും ചോദിച്ചു 10th കഴിഞ്ഞപ്പോൾ. അപ്പം ഞങ്ങളുടെ ഇടവകയിൽ എന്ന SH സിസ്റ്റേഴ്സാണ്. അപ്പോൾ എനിക്കും ജോസിസ്റ്റിൻ്റെ അതേ ഒരു രീതിയാണെന്ന് വെച്ചാൽ അതല്ലാതെ നമുക്ക് വേറൊന്നും അറിയില്ല. കോൺഗ്രിഗേഷൻ, വേറൊരു കോൺഗ്രിഗേഷനെ കുറിച്ച് അറിയത്തില്ല. സിസ്റ്റർ ആവുമെന്ന് പറഞ്ഞാൽ SH പോവുക, ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സായാലും നമ്മുടെ അടുത്ത് പറയും, ഞങ്ങളുടെ കൊച്ചാട്ടോ, അവർ നമ്മളെ പള്ളിയിൽ പൂ വയ്ക്കാനും കൂട്ടും, പീക്കെന്ന് പറയുന്നത് അതൊക്കെ കുത്താനൊക്കെ കൂട്ടും, അങ്ങനെ ആൾക്കാർ അലങ്കരിക്കാനൊക്കെ കൂട്ടും. അപ്പോൾ നമുക്ക് സന്തോഷം, നമ്മൾ അവിടെ എന്നുള്ള രീതിയിൽ വിചാരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഉള്ളിലും വീട്ടിൽ നിന്ന് പറഞ്ഞ് നമുക്ക് സിവിൽ സർവീസ് എന്നുള്ളൊരു കാര്യം ഉള്ളിലിങ്ങനെ കിടപ്പുണ്ട്, നമ്മുടെ ഉള്ളിൽ ആഗ്രഹം കിടപ്പുണ്ടെങ്കിൽ നമ്മളൊരു അരുത്. അപ്പോൾ 10th കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ പറഞ്ഞു, എനിക്ക് സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഈ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുക, അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിയട്ടെ, എന്നിട്ട് നിനക്ക് ആഗ്രഹമാണെന്ന് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, +2 പഠിക്കാൻ വിട്ടു. +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഇച്ചിരി വലുതായല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പോയിക്കോട്ടെ, എനിക്ക് എപ്പോഴും നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സും എന്നോട് പറയുന്നുണ്ട്, സിവിൽ സർവീസിന് പോകും, നിനക്ക് പറ്റും, ആ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് ഈ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് സിസ്റ്റർ പറഞ്ഞതാണ്, ഒരു റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കോൾ. അത് നമുക്ക് ഈശോയുടെ പ്രണയം എന്നൊക്കെ പറയുന്ന പോലെ അത്രയും നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന പോലെ ഒരു സംഭവം ഉള്ളിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങിയ ഒരു സമയമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പം വീട്ടിൽ പറഞ്ഞു, അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, ഇപ്പം നീ പഠിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഡിഗ്രിക്ക് ചേർന്നോളാൻ പറഞ്ഞു. ഇപ്പം മാത്തമാറ്റിക്സ് എടുത്ത് ഡിഗ്രിക്ക് വിട്ടു. ഡിഗ്രിയുടെ സമയത്തും നമ്മുടെ ഉള്ളിൽ അന്നും കോളേജിലെ എല്ലാ ആക്ടിവിറ്റീസിനും നമ്മൾ കൂടുന്നുണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ആഗ്രഹം കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഡാഡിയുടെ മമ്മിയുടെ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പൊയ്ക്കോട്ടെ. അപ്പം മമ്മി പറഞ്ഞു, എൻ്റെ കൊച്ചെ മഠത്തിലൊക്കെ എന്നാ നടക്കുന്നത് നിനക്കറിയാവോ, അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട, നീ കേൾക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ അങ്ങനത്തെ ഒരു റിപ്ലൈ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പിന്നെയും വിഷമമായി ഒരു തരത്തിലും, കാരണം ഡാഡിയുടെ മമ്മിയുടെ അനുഗ്രഹത്തോടെ സന്തോഷമായിട്ട് പോകുന്ന വെച്ചിട്ട് എന്ത് ചെയ്താൽ നമുക്ക് ഒരു അനുവാദം കിട്ടുന്നില്ല. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോഴും പോകാൻ പറ്റുന്നില്ല, ഒരു തരത്തിലും നമുക്ക് അതിലേക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തന്നെ ഭയങ്കര വിഷമമായി തുടങ്ങി. ഞാനും ചിന്തിച്ചു, ഈശോയ്ക്ക് എന്നെ വേണ്ടായിരിക്കും, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നൊരു സമയത്താണ് എന്നോട് പറഞ്ഞു, എന്നാൽ നീ MCAക്ക് പോയി ചേർന്നു, അതിന് പഠിച്ചോ, ഇനി വേറെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് കാറ്, സ്കൂട്ടി, ഫോൺ എല്ലാം തന്ന് നമ്മളെ പഠിക്കാനായിട്ട് വിടുകയാണ്. ഡിഗ്രി ഞാൻ വിമൻസ് ഓൺലിയിലാണ് പഠിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ മിക്സ്ഡ് കോളേജിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടു. അപ്പോൾ നമുക്കെല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ വിടുകയാണ്. അങ്ങനെ വിട്ട് കഴിഞ്ഞപ്പം ആ ഒരു 3 വർഷം MCA 3 വർഷത്തെ കോഴ്സാണ്. അത് പഠിച്ചു കഴിഞ്ഞപ്പോഴും നമ്മുടെ ഉള്ളിൽ സ്റ്റിൽ ഈ ഒരു കാര്യം നിൽക്കുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത്, ഈശോ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈശോ തിരഞ്ഞെടുത്താണ്, ഈശോ നോക്കി വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വിട്ടു പോകുന്നില്ല, നമുക്കതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത്രയും ഒരു ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു കോള് നമുക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ അതിന് ശേഷവും വീട് ചോദിച്ചിരിക്കുമ്പം ഇങ്ങനെ പറയുകയാണ്, അതായത് ഒരു തരത്തിലും അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇവർ പറയുന്ന ഒരു മഠത്തിലാകെ പ്രശ്നമാണ്, ഭയങ്കര പീഡനമാണ്, ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ
ആരാധനയ്ക്കായിട്ട് ചാപ്പലിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത ഡിവൈൻ മേഴ്സി ഷ്രൈൻ എന്ന് പറഞ്ഞ് തൊടുപുഴയുള്ള, അപ്പോൾ അവിടെ ആ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ ലോകത്തിൽ ആരെല്ലാം നമ്മൾ എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാലും ഉറപ്പായിട്ട് നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു ഇടം ഈശോയാണ്. നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളൊരു സ്ഥലം ഈശോയാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ ഓർത്തു, പരിശുദ്ധ കുർബാനയുടെ അടുത്ത് എത്താനായിട്ട് എനിക്ക് സാധിക്കുമെങ്കിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? അതായത് എന്തെല്ലാം വന്നാലും എനിക്ക് ഓടിച്ചെല്ലാനൊരു ഇടമുണ്ട്, സക്രാരിയുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് SABS കോൺഗ്രിഗേഷൻ ഞാൻ പരിചയപ്പെടുന്നത്. അതിലേക്ക് പോരാം, എന്നാൽ SABS ചേർന്നേക്കാം എന്നുള്ള രീതിയിലേക്ക് തീരുമാനം വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ മമ്മിയോടും ഡാഡിയോടും ചെന്ന് ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മമ്മീൻ്റെ ഡാഡി അതുവരെ നോ പറഞ്ഞ ആൾക്കാരെ യെസ്സും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മൾ മൗന സമ്മതം നടത്തുന്നു, ഇറങ്ങിപ്പോരാം. അത് ശരിക്കും പറഞ്ഞ ഒരു ഇത് പറഞ്ഞാൽ ഇറങ്ങിപ്പോരുവാണ് ചെയ്തത്. പക്ഷെ അവരെന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഡാഡിയും മമ്മിയും അനുഗ്രഹിച്ചാണ് വിട്ടതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ പോകുന്നത്. അപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടെന്നൊക്കെ വേണേൽ പറയാമെങ്കിൽ പോലും അവരനുഗ്രഹിച്ചാണ് വിട്ടതെന്ന് നമുക്കറിയുന്നു. അങ്ങനെയാണ് SABSലേക്ക് കടന്നു വന്നത്. വന്നതിന് ശേഷം എനിക്ക് തോന്നി, സിസ്റ്റർ പറഞ്ഞു, അതായത് നമ്മൾ എത്തിയ ആ ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു കറക്റ്റ് ഡിസിഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തിച്ചേരേണ്ട അടുത്ത് എത്തി എന്നുള്ള ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ 4 വർഷമായി. ഇപ്പോൾ ഇപ്പോഴും ഈശോയുടെ അടുത്ത് ഇങ്ങനെ ചിന്തിക്കുമ്പം, പക്ഷേ എന്താണ് എൻ്റെ ലൈഫിനെ മുഴുവൻ മാറ്റിമറിച്ച്, അല്ലെങ്കിൽ കോളേജൊക്കെ പഠിച്ച കാലത്ത് ക്ലാസ്സിൽ പോലും കയറാതെയൊക്കെ പുറത്തേടി നടന്ന പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാൾ എൻ്റെ ലൈഫിനെ ഫുൾ ഇങ്ങനെ മാറ്റിമറിക്കത്തക്ക രീതിയിൽ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം കിട്ടിയൊരു ഉത്തരം അത് തന്നെയായിരുന്നു. വിളിച്ചത് ഈശോയാണ്. ഈശോ കൊണ്ടു നടക്കുന്നു, ഈശോ സ്നേഹിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നതെന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പം അതാണ് ശരിക്കും. പിന്നെ അതിനുശേഷം എൻ്റെ ഡാഡിയും മമ്മിയുടെ ലൈഫിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മി കുറേയും കൂടെ പരിശുദ്ധ കുർബാനയെ, മമ്മി നേരത്തെയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു, എന്നും പോകുന്ന ആളായിരുന്നു, എന്നും കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ മമ്മി എന്നെ വിളിക്കുമ്പോൾ എൻ്റെ മമ്മി എന്നോട് പറയും, മമ്മി കാറ്റഗിസം ടീച്ചറാണ്, മമ്മി പറയും, എൻ്റെ കുഞ്ഞെ, ഈശോയെക്കുറിച്ച് പരിശുദ്ധ കുർബാന ഇത്രയും വലുതാണെന്ന് അറിയാൻ ഇത്രയും വൈകിപ്പോയി, ഇത്രയും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ഇത്രയും വൈകിപ്പോയി. അതായത് ഞാനിവിടേക്ക് വന്നപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് അതിൻ്റെ അനുഗ്രഹം ചെല്ലുവാണ്. പിന്നെ എൻ്റെ ഡാഡിയിലുണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഡാഡി അത്ര വിശ്വാസമുള്ളൊരു വ്യക്തിയൊന്നുമല്ലായിരുന്നു. പക്ഷേ ഡാഡി ഇതിനെ എടുത്തൊരു രീതിയാണ് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സ് ഒരിക്കൽ ഡാഡിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം, എൻ്റെ ഡാഡിയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഡാഡിയോട് അവർ അല്ലാതെ ഒരു പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഡാഡിയോട് ചോദിച്ചു, പരിചയപ്പെടുകയാണ്. അപ്പം മോൻ എന്നെ എടുക്കുക, മോൻ്റെ മക്കളൊക്കെ എന്നെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ഡാഡി പറഞ്ഞു, എനിക്ക് 3 പെൺമക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, 2 പേര്, ഇളയവർ 2 പേരുടെ കാര്യം, മൂത്തയാളാണ് വീട്ടിലെ. അപ്പോൾ എന്നെക്കുറിച്ച് ഡാഡി മിണ്ടുന്നില്ല. അപ്പോൾ മക്കളൊക്കെ എന്നെ എടുക്കുമെന്ന് ചോദിക്കുമ്പം ഇളയവർ 2 പേര് എന്നെ എടുക്കുമെന്ന് ഡാഡി പറഞ്ഞുകൊണ്ടിരിക്കുക. 2ാമത്തോളം ഇങ്ങനെ പഠിക്കുകയാണ്, 3ാമത്തോളും എന്നെ പോലെ പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ മൂത്തയാളുടെ കാര്യം ഡാഡി മിണ്ടുന്നേ ഇല്ല. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ചോദിച്ചു, അല്ല അപ്പോൾ മൂത്ത ഒരാളും കൂടി ഇല്ലേ, ആൾ എന്തെടുക്കുവാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഡാഡി പറഞ്ഞു, അവൾ ഒരുത്തൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റേഴ്സ് ആകെപ്പാടെ ഷോക്കായി. കാരണം കൂളായിട്ടാണ് പറയുന്നത്, ഒരുത്തൻ്റെ കൂടെ പോയി. അപ്പോൾ തന്നെ സിസ്റ്റേഴ്സ് ആദ്യം ചോദിച്ചു, നമ്മുടെ കൂട്ടക്കാരനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡാഡി പറഞ്ഞു, ജൂതനാണ്. അപ്പോൾ ഡാഡി സിസ്റ്റേഴ്സ് വല്ല വേലയും കൂലിയൊക്കെ ഉള്ളതാണെന്ന് ഒരു ആചാര്യച്ചെറുക്കനാന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റേഴ്സിന് പിന്നെയും ഇത്രയൊരു കൂളായിട്ട് പറഞ്ഞു വിടുവാണല്ലോ. അപ്പോൾ പറഞ്ഞു വെച്ച്, പഠിച്ച കാലത്തെല്ലാം പരിചയപ്പെട്ടതൊക്കെ ആയിരിക്കുമല്ലേ പറഞ്ഞു. അതൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ്, പിന്നെ അവർ തമ്മിൽ പറയാണ്, ഇപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതല്ലേ, അങ്ങനെ ആയിരിക്കും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എങ്ങനെ അവർക്ക് സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത്? അപ്പോൾ ഉടനെ ഡാഡി പറഞ്ഞു, അവളിപ്പോൾ നിങ്ങളുടെ മഠത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആരാണ് ഈ ജൂത ചെറുക്കൻ, ഈ ആശാരി ചെറുക്കൻ ആരാന്നുള്ളത് അവർക്ക് പിടികിട്ടിയത്. പക്ഷേ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഞാനും ചിരിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ ഇരുന്ന് ഓർക്കുമ്പോൾ, ഞാൻ 4 വർഷമേ ആയിട്ടുള്ളൂ, ഇവരുടെ അത്രയൊന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ആ ആശാരി ചെറുക്കൻ്റെ കൂടെ അന്ന് ഇറങ്ങിപ്പോയിട്ട് ഇന്നും ഒരു കുറവും ഇതുവരെ ഈശോ എത്തിയിട്ടില്ല. നമുക്കെന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഈശോയുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഈശോയുടെ അത് ഷെയർ ചെയ്യുമ്പോൾ ഒരു ഈശോ എനിക്ക് അങ്ങനെ വേണം, ഞാൻ ഈശോയുടെയൊക്കെ പറയും, ഈശോ എന്നെ കറങ്ങാൻ കൊണ്ടുപോകണം കേട്ടോ, ഇങ്ങനെ പറയട്ടോ. ഇപ്പം ഞാൻ ഉടുപ്പിട്ട് 4 വർഷമായി. ഇപ്പം പഠിക്കാനൊക്കെ ആയിട്ട് വീണ്ടും എന്നെ പഠിക്കാനായിട്ട് വിട്ടു, MSc ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പഠിക്കാനൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കറങ്ങി നടക്കുവാണ്. ഇപ്പം ഞാൻ വിശ്വസിക്കും, ഇപ്പോഴും ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് ഈശോ എന്നെ പഠിക്കാൻ എന്നുള്ളത് ആഗ്രഹം ഇപ്പോഴും നടക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സിവിൽ സർവീസിൽ നിന്ന് അവൻ്റെ സർവീസിലേക്ക്, അല്ലെങ്കിൽ ജീസസ് സർവീസിലേക്ക് ദൈവം മാറ്റി. അതൊരു വലിയൊരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്.